ഗുഡ് മോർണിംഗ് ഫ്രം ഫ്രാൻസ്. ഞങ്ങൾ ബെൽജിയത്തിലേക്ക് യാത്ര ചെയ്യണമെന്ന്. അപ്പോൾ നല്ല ഒരു ക്ലൈമറ്റാണ്. ഇപ്പോൾ തൊട്ടടുത്ത് ലിഡിലുണ്ട്. അത്യാവശ്യം ഫുഡ് വാങ്ങിച്ചു വയ്ക്കും. ഓൺ ദ വേയിൽ ഞങ്ങൾക്ക് സമയം സേവ് ചെയ്യാമല്ലോ. പിന്നെ ഞങ്ങൾ താമസിച്ച വീടാണ്. അവിടെ ബാക്കിൽ കാണുന്ന ബിൽഡിംഗ്, അവിടുത്തെ ഒരു ലോഫ്റ്റിൻ്റെ ഇതിലാണ് ഞങ്ങൾ താമസിച്ചത്. അക്കോമഡേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ, എൻജോയ്. പിന്നെ ഇതാണ് ബെഡ്റൂം, ഇത് ടോയ്ലറ്റ്. പിന്നെ ഇവിടെ ഞങ്ങളുടെ മുകളിലേക്ക് വേറൊരു റൂമാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ടങ്കിടാം. ഇവിടെ വന്ന് വലിയൊരു ലിവിങ് സ്പേസാണ്. ഇവിടെ ഒരു കിച്ചൺ, പിന്നെ മുകളിലേക്ക് ഒരു ലോഫ്റ്റ് റൂമും കൂടി ഉണ്ട്. സൗകര്യമാണ്. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മുടെ സ്പേസിന് മുകളിലൊരു ബെഡ്റൂം കൂടി ഉണ്ട് കേട്ടോ. ഫ്രാൻസിലെ സ്റ്റാൻബർഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം ഇങ്ങനെയാണ്. മിക്ക ഗേറ്റും കാര്യങ്ങളൊക്കെ മരത്തിൻ്റെയാണ്. പഴയ ടൈപ്പ് മരത്തിൻ്റെ ജനലുകളും പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായ പോലത്തെ ഇപ്പോഴും അവരത് കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ്. ഈ സ്വിറ്റ്സർലൻഡ് പോലെ തന്നെ ആവശ്യം എല്ലായിടത്തും തന്നെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങളൊരു കോട്ടയാടിലാണ് താമസിച്ചത്. നല്ല വൈബായിരുന്നു. ഇത് സിറ്റിയാണ്, ഈ പറഞ്ഞ ഇതിൻ്റെ സിറ്റിയാണത്. ഞങ്ങളിവിടെ തൊട്ടടുത്ത് ലിഡിലുണ്ട്. ഫുഡൊക്കെ മേടിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു വാക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സാർബക്കൻ ചേട്ടൻ ടച്ച് ചെയ്യുന്നില്ല. നല്ല സീനിക് വ്യൂ ആണ്. അനിമൽസ് ഒക്കെ അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ബൈസിക്കിളൊക്കെ അവിടെ റെസ്റ്റ് ചെയ്യുകയാണ്. സമയം 10:30. കാലാവസ്ഥ നല്ലതാണ്. നല്ല സീനറി കേട്ടോ. ഞങ്ങൾ ഹൈവേ ഒഴിവാക്കിയത് കൊണ്ട് ആക്ച്വലി ഇങ്ങനെ ഒരു വണ്ടി വാടകയ്ക്ക് എടുത്ത് ഡ്രൈവ് ചെയ്യുന്നതാണ് എപ്പോഴും മൊത്തം കുറേ സ്ഥലങ്ങൾ കാണാൻ നല്ലത്. സേവിങ് ടൈമും സേവിങ് മണിയുമാണ് വണ്ടി ഡ്രൈവ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ. അപ്പം നമ്മളങ്ങനെ വീണ്ടും ലോങ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രം ഫ്രാൻസ് ടു ലക്സംബർഗ്. വി ആർ ഓൺ ദ വേ ടു ബ്രസീൽ. ബ്രസീൽസ് ആണ് ബെൽജിയം. പക്ഷേ ഇൻ ബിറ്റ്വീനിൽ ഈ കൺട്രി കൂടി കവർ ചെയ്യും. ലക്സംബർഗും കൂടിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ രണ്ട് സൈഡും കാണാൻ. അതുപോലെ നമ്മുടെ കോൺഫിഡൻറ്റ് ഡ്രൈവർ, വേൾഡ് ഡ്രൈവർ ഓൺ സീറ്റ് ആൻഡ് പാഷൻ ഫോർ ട്രാവലിംഗ് ഓൾ ഓവർ ദ വേൾഡ്. സോ നല്ല ഭംഗിയാണ് നാല് സൈഡും, റോഡും എല്ലാം. ഓക്കെ, ലക്സംബർഗ് എന്ന് പറയുന്ന ഒരു വെൽത്തിയസ്റ്റ് ഗോൾഡ് സിറ്റിയാണ്. യുനെസ്കോ അവിടെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ ലക്സംബർഗ് എന്ന സ്ഥലത്ത് എത്തി കഴിഞ്ഞു. ഇവിടെയും ഈ സ്വിറ്റ്സർലൻഡ് പോലെ ബ്യൂട്ടിഫുൾ ആണ്. മരങ്ങളെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് അടിയിൽ കൂടെ റോഡ് വളർന്ന് ടണലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ടണൽ, റോഡിൽ മരങ്ങൾ. പുതിയ രാജ്യത്തിൽ വെൽക്കം ടു ലക്സംബർഗ്. ഞങ്ങൾ ഡേ ടൈം ഇവിടെ കണ്ടിട്ട് നൈറ്റ് ഈവനിങ് ആകുമ്പോഴേക്കും ഞങ്ങൾ ബെൽജിയത്തിൽ സ്റ്റേ ആണ്. അങ്ങനെ ഈ ടണല് കടന്നു ലക്സംബർഗ്. രാജ്യം ഇച്ചിരി തണുപ്പായിട്ടാണ് തോന്നുന്നത്. ഇച്ചിരി തണുപ്പായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ലക്സംബർഗ് ഇവിടെ പോകുന്നത് തീരുമാനിച്ചു. ലക്സംബർഗ് നമ്മുടെ സിറ്റിയിലെത്തി. റെയിൽവേ സ്റ്റേഷനാണ് ആ സൈഡിൽ കാണുന്നത്. നമ്മളിവിടെ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാൻ കേട്ടോ. ഗുഡ് ഡ്രൈവ്. ലക്സംബർഗിൽ വന്നിട്ട് ലക്സംബർഗിൽ കാർ പാർക്കിൽ വന്നു. ഞങ്ങൾ ഇനി കത്തീഡ്രൽ കാണാൻ പോവാണ്.
ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ. ഇതാണ് കത്തീഡ്രൽ. ഇതൊരു ഓൾഡ് ബിൽഡിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇവിടെ തണുപ്പ് കുറച്ച് കൂടുതലാണ്. ക്യാൻറ്റീൻ, കത്തീഡ്രൽ അതാണ്. സൂപ്പർ സ്ഥലമാട്ടോ. അപ്പോൾ ഇത് ലക്സംബർഗ്. എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് അമ്മയുടെ അറിവുകളിലേക്ക് സ്വാഗതം. ഒറ്റ പീസിൽ കൊത്തിയെടുത്തിരിക്കുന്ന, കല്ലിൽ കൊത്തിയിട്ടിരിക്കുന്ന ഒരു രൂപമാണ്. എൻ്റെ രൂപം എന്നുള്ളത് ഇവിടെ അവരുടെ ഭാഷ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ലുക്കാണ്. ഗ്രാനൈറ്റിൻ്റെ ഒരു പീസാണത്. ഇതാണ് ലക്സംബർഗ് സിറ്റി, വൺ ഓഫ് ദ വെൽത്തിയസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ്. കത്തീഡ്രലിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. ബിൽഡിങ്സ് ഒക്കെ നല്ല വലിയ ഓൾഡ് ആയിട്ട് ലുക്ക് ചെയ്യുന്നത്. ലൈക്ക് വളരെ പുരാതനമായ പാറകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ലക്സംബർഗിലെ കത്തീഡ്രലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓൾട്ടറും എല്ലാം വളരെ ഭംഗിയാണ്. നീറ്റ് ആൻഡ് ടൈഡി ഇരിക്കുന്നത്. ഒരു തിരിക്ക് 5 രൂപയാണ് വില. പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പുതിയ പള്ളിയിൽ വരുന്ന 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നമുക്ക് സാധിച്ചു കിട്ടും. ആദ്യമായിട്ട് പറയുന്നത് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി വരുന്നത്. ലേഡി ഓഫ് ലക്സംബർഗ് നല്ല ഇൻസൈഡിൽ നല്ല വ്യൂ, നല്ല ഭംഗിയാണ്. ഈ ഡോറ് ഓപ്പൺ ആണ്, അതിൽ കൂടെ നമുക്ക് കടക്കാം. എൻ്റെ അകത്ത് ഫ്രീ എൻട്രി ആണ്. നല്ല മരത്തിൻ്റെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ കാണാം. ഈ സിറ്റി ഈസ് വെരി ഗുഡ്. അമ്മയുടെ അറിവുകളിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ലക്സംബർഗ് എന്നുള്ള സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പറയുന്നതായിരിക്കും. കഴിച്ചിട്ട് ബാക്കി പറയാം അല്ലേ? കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. കഴിച്ചിട്ട് ബാക്കി പറയാം. ഓക്കെ, നൈസ് ചോയ്സ്. ഞങ്ങളിങ്ങനെ റോഡ് ചുറ്റിക്കൊണ്ടിരിക്കും ഇടയ്ക്ക്. നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് ഇവിടുത്തെ ഒരു പാലസാണ്. സോ പാലസിൽ എൻട്രി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, and if not, we're speaking German, French, or English. Luxembourgish is the national language. Yes. ഇത് ഇവിടുത്തെ രാജാവിൻ്റെ ഓഫീസാണ്. ഓഫീസ് But the document
റെസിഡൻറ്റ് സോപ്പിനുള്ളിയാണ് സമ്മർ ടൈം. എവറി 10 മിനിറ്റ്സ് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ഇത് ചെയ്യും. അവിടെ ഇങ്ങനെ എന്നിട്ട് സെലക്ട് ചെയ്യും. രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. സൂപ്പർ ബിൽഡിംഗ് ആട്ടോ. ഈ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന മൊത്തം ഫ്രഷ് ഫ്ലവേഴ്സാണ്. ഇതുപോലെ ചർച്ചിലും കണ്ടില്ലേ, എല്ലാം ഫ്രഷ് ഫ്ലവേഴ്സാണ്. വെരി നൈസ്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ നടന്ന് ശരിയാവുമല്ലോ. ലക്സംബർഗ് സ്ട്രീറ്റ് ആണത്, ഓൾഡ് സ്ട്രീറ്റാണ് ഈ കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള. നല്ല ഭംഗിയാണ് എല്ലാം കാണാനായിട്ട്. ഇതെല്ലാം നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ മൂന്നാമത്തെ രാജ്യം കൂടിയല്ലേ കടന്നു പോകുന്നത്. ഫ്രാൻസ്, ജർമ്മനി, ലക്സംബർഗ്. ഇന്നൊരു ദിവസം ഞങ്ങള് 4 രാജ്യത്ത് കൂടെ വണ്ടി ഓടിച്ചു. ഇപ്പൊ ബെൽജിയത്തിലെത്തി. വെൽക്കം ടു ബെൽജിയം. എന്തല്ലേ സൂപ്പർ ഡ്രൈവേഴ്സ് എല്ലാം കൂടിയുള്ളത്. ലക്സംബർഗ് കണ്ട് ഞങ്ങൾ ബെൽജിയത്തിലെത്തി. ഇന്ന് ഇവിടെയാണ് സ്റ്റേ. ഇതിന്റെ ക്യാപിറ്റൽ ബ്രസൽ സിറ്റി കൂടിയാണ് ഞങ്ങളിപ്പോൾ വണ്ടി ഓടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എക്സ്പേർട്ട് ഡ്രൈവർ എന്ത് കൺജഷൻ ഉണ്ടെങ്കിലും കണ്ട സൂപ്പറായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാവിഗേഷൻ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആൾ ഭയങ്കര സേഫായിട്ട് ഓടിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ബെൽജിയത്തിൻ്റെ ക്യാപിറ്റൽ ബ്രസൽസ് എന്നാണ് സിറ്റിയാണത്.